വേണ്ടി കണ്ണാടിയുടെ ആദ്യത്തെ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. ഇവിടെ ഒരു സ്ത്രീ ബസ്സിൻ്റെ ഉടമയാണ്, ബസ്സിൻ്റെ കണ്ടക്ടറുമാണ്, ബസ് ചലിപ്പിക്കുന്ന ഡ്രൈവർ ഭർത്താവുമാണ്. മനോഹരമായ കഥ. കണ്ണാടിയുടെ മറ്റൊരു ലേഖത്തിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ ആദികടലായി കുഞ്ഞിപ്പള്ളി റോഡിലാണ് SSBS ബസ് ഓടുന്നത്. ഈ ബസ്സിന്റെ ഉടമ കണ്ടക്ടറായും ക്ലീനറായും പ്രവർത്തിക്കുന്ന റെജിമോൾ. കിളിപ്പണിക്ക് ആളെ കിട്ടാതായപ്പോൾ റെജിമോൾ ആ ജോലി സ്വയം ഏറ്റെടുത്തു. ഭർത്താവ് മുഹമ്മദാണ് ഡ്രൈവർ. ഇന്ന് നാട്ടിലെ വനിതകൾക്ക് സുരക്ഷിതമായ ബസ്സായി മാറിയിരിക്കുന്നു. കുണ്ടും കുഴികളുമായിട്ട് റോട്ടിൽ കൂടി ബസ് ഓടാൻ കഴിയാത്തൊരു സിറ്റുവേഷനായി. നാട്ടുകാരും ജനങ്ങളും ഈ ബസ്സുകാരും തമ്മിലുള്ള പ്രശ്നത്തിൽ ജോലിക്കാരെ തമ്മിൽ ഭയങ്കര വാക്ക് തർക്കങ്ങളാകുന്നു. അപ്പോൾ അവർക്കുള്ള ബുദ്ധിമുട്ടും കൊണ്ട് അവർ താൽക്കാലികമായി റോഡ് ശരിയായിട്ട് കയറാമെന്ന് അവർ പറയുമ്പോൾ കയറ്റി വെച്ചിട്ട് നമുക്ക് ടാക്സ് അടക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് എനിക്ക് കയറേണ്ടി വന്നു. പിന്നെ ജോലി നേരത്തെ മുതൽ നമ്മൾ 30 വർഷമായിട്ട് ഇതിൽ ഓടുന്ന ബസ് സർവീസാണ്. ഞാൻ എടുത്തിട്ട് 14 വർഷമേ ആയിട്ടുള്ളൂ. ഈ 14 വർഷം കൊണ്ട് എപ്പോഴും ഞാൻ ഈ ബസ്സായിട്ട് അറ്റാച്ചാണ്. ഏത് നേരവും എന്ത് കാര്യത്തിനും ബസ്സിൽ ഞാൻ പോക്കുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പോയി ഈ ബസ്സിൻ്റെ പണികളും കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ചത്. വേറെ ബസ്സിൽ കയറിയാലും ജോലിക്കാർ പണിയെടുക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടും എൻ്റെ ബസ്സിനോടുള്ള ഇഷ്ടം കൊണ്ടുവല്ലാനുമാണ് ഞാൻ ഈ പണി പഠിച്ചതും ആളില്ലാണ്ടായപ്പോൾ പെട്ടെന്ന് കയറാൻ എന്നെ പ്രേരിപ്പിച്ചതും അതാണ്. പിന്നെ ഇപ്പോൾ ജനങ്ങളെല്ലാം നല്ല സഹകരണമാണ്. നെറ്റ് ചുളിക്കുന്നവരാരും ഉണ്ടായിട്ടില്ല. വളരെ സന്തോഷമാണ്. പ്രായമായവരെല്ലാം റോഡിൻ്റെ അരികത്തുനിന്ന് ഓടി വരുമ്പോൾ ഞാൻ അവരെ കാത്തു നിന്ന് എടുത്തിട്ട് പോക്കുണ്ട്. കാരണം പ്രായമായവരല്ലേ, ലഗേജ് കൊണ്ട് വരുന്നവരെ, അത് സ്ത്രീ ആയാലും പുരുഷനായാലും എടുത്ത് ഞാൻ സഹായിക്കാറുണ്ട്. അകത്ത് കയറ്റി വെച്ച് കൊടുക്കും, ഇറങ്ങുമ്പോൾ എടുത്ത് കൊടുക്കും. അങ്ങനെയെല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂടുതലും ലേഡീസാണ് ബാക്കിൽ കൂടി കയറുന്നത്. എന്നെ കണ്ടാൽ ബാക്കിൽ കൂടി കയറാനും എൻ്റെ സീറ്റിൽ വന്നും വലത്തുഭാഗം കംപ്ലീറ്റ് ഇപ്പോൾ അവർ ഫുൾ ആക്കിയിട്ടാണ് ഉള്ളത്. കുറച്ച് സീറ്റാണല്ലോ ലേഡീസിനുള്ളത് പ്രൈവറ്റ് ബസ്സിൽ. ഇപ്പോൾ ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ വലത്തുഭാഗം അവർ തന്നെ കീഴടക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിടത്തോളം കൊണ്ട്. അപ്പോൾ അവർക്കെല്ലാം വളരെ ഹാപ്പിയാണ്. അത് കാണുമ്പോൾ ഞാനും ഹാപ്പിയാണ്. വലതുഭാഗം മാത്രമല്ല, ഇടതുഭാഗവും സ്ത്രീകൾ കീഴടക്കുന്ന നല്ല നാളുകൾക്ക് വേണ്ടിയാണ് എന്നും കണ്ണാടി സംസാരിച്ചിട്ടുള്ളത്. റെജിമോളുടെ മിടുക്ക് കാരണം നാട്ടുകാരും സന്തുഷ്ടരാണ്. ഈ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ അടുത്തൊന്നും ഈ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ എന്ന നിലയിൽ ഈ വ്യവസായ രംഗത്ത് ബസ്സിൻ്റെ, അതായത് ചെറുതിൽ നമ്മൾ കാണുന്ന സമയം മുതൽ എല്ലാ ഇതിലും തൻ്റെ ഇടത്തോട് കൂടിയിട്ട് ആരോടും തന്നെ നേരായ കാര്യങ്ങൾ പറയുകയും അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. ഈ ഫീൽഡിൽ ഈ ബസ് വ്യവസായത്തിൻ്റെ ഇതിൻ്റെ അകത്ത് മൂപ്പറിനെ പൂർണ്ണമായിട്ടും അങ്ങനെ തോന്നുന്നതെന്ന് പറഞ്ഞാൽ പൂർണ്ണ സമയം കുടുംബത്തിൻ്റെ ഒന്നിച്ച് തന്നെ ഇതിനു വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ ആർക്ക് വേണ്ടിക്കും ഇപ്പോൾ ഒരു സ്ത്രീകളും കുട്ടികളെല്ലാം ഇന്നത്തെ സമയത്ത് ഈ തിരക്കും ഇതും നിറഞ്ഞ സമയത്ത് റോഡിൻ്റെ ശോചനീയാവസ്ഥയും എല്ലാം നോക്കിയാൽ അവർക്കൊരു കൈത്താങ്ങായിട്ട് അവരെ ബസ്സിൽ നിർത്തിക്കൊണ്ട് തന്നെ കയറ്റി ഇരുത്തുകയും, ഇനി അഥവാ പ്രായമുള്ള കൂട്ടറായി കഴിഞ്ഞാലും കുട്ടികളെടുത്ത് നിൽക്കുന്ന കൂട്ടറായി കഴിഞ്ഞാലും അവർക്കെല്ലാം വേണ്ടുന്ന സൗകര്യം ഇവരെ ഞാൻ പലതവണയായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏത് ഫീൽഡിലാണ് സ്ത്രീ ഇല്ലാത്തത് ഒന്ന് ചൂണ്ടിക്കാണിച്ച് തരാമോ? അപ്പോൾ സ്ത്രീ എല്ലാ മേഖലയിലും എത്തി. ഇത് ഒരൊന്നും മാറി നിൽക്കണ്ട. ഇതും കൂടി ആവുമ്പോൾ എല്ലാം തന്നല്ലോ. അതെന്നിൽ കൂടി ആകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇത് ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ യാഥാർത്ഥ്യം മാത്രമല്ല, ഇന്നത്തെ കേരളം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഈ ഉദാഹരണ കഥ വിജയകഥ കൂടിയാകുന്നു. റെജിമോളുടെ ആത്മവിശ്വാസവും ആർജവവും എല്ലാ സ്ത്രീകൾക്കും സാധ്യമാണെന്നും നാം അറിയണം. ബസ് യാത്രകളുടെ കാര്യത്തിൽ മറ്റൊരു നല്ല കഥ കൂടി കണ്ണാടിക്ക് അവതരിപ്പിക്കുവാനുണ്ട്. മത്സര ഓട്ടം അവസാനിപ്പിക്കുവാൻ ബസ് ഉടമകളുടെ ഒരു കൂട്ടായ്മയുണ്ടായി.